ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 2-ാം അധ്യായം. ഉദ്ധവ വിതുര സംവാദം തുടരുന്നു. ശ്രീ ശുക ഉവാച. ഇതി ഭാഗവത പൃഷ്ടഃ ക്ഷത്രാവാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും ന ചോത്സേഹ ഔത്കണ്ഠ്യാസ്മാരിതേശ്വരഃ. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള ചരിത്രം വിതുരർ ചോദിച്ചപ്പോൾ പ്രിയനായ ആ ഭഗവാനെ സ്മരിപ്പാനിടയായതുകൊണ്ട് ഭഗവാന്റെ വിരഹജന്യമായ ദുഃഖം ഒന്ന് പുതിയതായിട്ട് മനസ്സിലുദിച്ചപ്പോൾ തൊണ്ടയിൽ ഇടർച്ചയും കണ്ണീരും പുറപ്പെട്ടതിനാൽ ഉത്തരം പറയുവാൻ സാധിക്കാതെ ഉദ്ധവർ അല്പനേരം മൗനം ദീക്ഷിച്ചു. ഉദ്ധവരുടെ ഭക്തി കൃത്രിമമല്ല, ജന്മസിദ്ധമാണെന്ന് കാണിക്കുന്നു. 5 വയസ്സ് പ്രായമുള്ള ബാലനായിരുന്ന ഉദ്ധവർ കുട്ടിക്കളിയിൽ കൃഷ്ണബിംബം വെച്ച് പൂജ ചെയ്തുകൊണ്ടിരുന്നു. പ്രാതകാലത്തെ ആഹാരത്തിനായിട്ട് അമ്മ ആ സമയത്തിൽ വിളിച്ചു. പൂജയിൽ ആസക്തനായ ആ ബാലൻ ഊണിനായി പോയില്ല. ജന്മാന്തര സംസ്കാരം നിമിത്തമുണ്ടായ ആ കൃഷ്ണഭക്തി ശരീരം വളർന്നതിനെ അനുസരിച്ച് പ്രതിദിവസം വർദ്ധിച്ചു വന്നതിനാൽ കൃഷ്ണവിരഹജന്യമായ ദുഃഖം ഉദ്ധവർക്ക് അസഹ്യമായി തന്നെയിരുന്നു. ആ ഭഗവാന്റെ സേവയോടുകൂടെ വാർദ്ധക്യാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഉദ്ധവർ വിതുരരുടെ ചോദ്യം നിമിത്തം ഭഗവത് പാദകമലങ്ങളെ ഓർത്തപ്പോൾ ഉണ്ടായ ദുഃഖം നിമിത്തം മറുപടി പറയുവാൻ അശക്തനായതിൽ ആശ്ചര്യമില്ല. ശ്രീകൃഷ്ണ പാദധ്യാനം നിമിത്തം നിശ്ചലമായ മനസ്സിൽ അനുഭവരൂപേണ വിളങ്ങിയ ആനന്ദാമൃത പ്രവാഹത്താൽ ഉത്കട പ്രേമരൂപമായ ഭക്തിയോഗത്തെ അവലംബിച്ചു. അതിൽ നിമഗ്നനും നിർവൃതനുമായ ഉദ്ധവർ കുറേ നേരം മൗനമായിരുന്നു. ആ സമാധി നിലയിൽ ഉദ്ധവരുടെ അവയവങ്ങളിൽ മുഴുവനും രോമാഞ്ചമുണ്ടായി. അർദ്ധനിമീലനം ചെയ്തിരുന്ന നേത്രങ്ങളിൽ കൂടെ ബാഷ്പധാരയായി ഒഴുകി. ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള പരമപ്രേമപ്രസരത്തിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്നും കയറുവാൻ കഴിയാത്ത വിധത്തിൽ ബാഹ്യഭാവങ്ങളെ മറന്നു. ഇപ്രകാരം ആയിരിക്കുന്ന ഉദ്ധവരെ കണ്ടപ്പോൾ വിതുരർ അഹോ, മഹാനായ ഇദ്ദേഹത്തിൻ്റെ ജന്മം സഫലമായി എന്ന് വിചാരിച്ചു. ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോൾ പരമാത്മാവിനോടുകൂടെ ഏകീഭൂതനായിരുന്ന ഉദ്ധവരുടെ ആ സമാധി നില ക്രമത്തിലഴിഞ്ഞ് സ്വശരീരഭാവന ഉണ്ടായപ്പോൾ കണ്ണുകളെ തുറന്നു. നിറഞ്ഞിരുന്ന ബാഷ്പകലകളെ തുടച്ചുകളഞ്ഞു. അപ്പോൾ അനുഭവമായിരുന്ന ആ സമാധി സുഖം ആലോചിച്ച് മന്ദഹാസം ചെയ്തു. പിന്നെ വിതുരരോട് മറുപടി പറയുവാൻ തുടങ്ങി. ഉദ്ധവ ഉവാച. കൃഷ്ണദ്യുമണി നിമ്ലോജേ ഗീർണേഷ്വജഗരേണഃ കിന്നുന കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം. ഉദ്ധവൻ പറഞ്ഞു. ശ്രീകൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചപ്പോൾ കാലസ്വരൂപനായ പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ഗൃഹങ്ങളിൽ വസിക്കുന്ന ബന്ധുജനങ്ങൾക്ക് ഇനി എന്ത് ഐശ്വര്യമാണ് അവശേഷിച്ചിരിപ്പുള്ളത്? സ്ത്രീയില്ലാത്ത അവർക്ക് എന്തു സുഖമാണുള്ളത്? എന്തു കുശലത്തെയാണ് ഞാൻ ഭവാനോട് പറയേണ്ടത്? ദുർഭഗോപദലോകോയം യദവോ നിതരാമഭി ഏ സംവസന്തോന വിദുർ ഹരിമീന ഇവോടുപം. ഈ ലോകവാസികളായ ജനങ്ങൾക്ക് ഭാഗ്യമില്ലെന്നു വന്നു. അതിലും വിശേഷിച്ച് ഭാഗ്യഹീനരായവർ യദുകുലത്തിൽ ജനിച്ചവർ തന്നെ. എന്തുകൊണ്ടെന്നാൽ ആ യാദവന്മാർ കൃഷ്ണനോടൊരുമിച്ച് വസിച്ചിട്ടും കൂടെ പാൽക്കടലിലെ മത്സ്യങ്ങൾ അവരോടൊരുമിച്ച് വസിച്ച ചന്ദ്രനെ അമൃതനിദാനമായവൻ എന്നറിയാതെ തങ്ങളെപ്പോലെ ഒരു ജലജന്തുവെന്ന് ധരിച്ചതുപോലെ കൃഷ്ണനെയും യാദവന്മാരിൽ ഒരുവനെന്നേ ധരിച്ചിരുന്നുള്ളൂ. എന്തൊരു ഭാഗ്യദോഷം! പരാഭിപ്രായത്തെ അറിയുന്നവരും കാര്യകാരണങ്ങളുടെ ഉള്ളിൽ കടന്ന് പരിശോധിച്ചറിയുവാൻ പോന്നവരും ഏകമായ പരമതത്വത്തിൽ മാത്രം രമിക്കുന്നവരുമായ ഭക്തന്മാരെല്ലാവരും ഭക്തന്മാരുടെ പാലകനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണമൂർത്തിയെ സർവഭൂതങ്ങളുടെ ലയസ്ഥാനമായിരിക്കുന്ന പരബ്രഹ്മം എന്നു തന്നെ വിചാരിച്ചിരുന്നു. സൃഷ്ട്യാദി ലീലകളാൽ ക്രീഡിക്കുന്ന ആ ഭഗവാന്റെ മായാശക്തിയാൽ വ്യാപിക്കപ്പെട്ട അന്ധകരണ വൃത്തിയോടുകൂടിയ ആ യാദവന്മാർ ആത്മാവല്ലാതെ അന്യമായിരിക്കുന്ന ശരീരാദിഭാവങ്ങളിൽ മനസ്സുവെച്ചവരായിരുന്നു. ആത്മസ്വരൂപനായ ശ്രീഹരിയിൽ തന്നെ മനസ്സുറപ്പിച്ചിരുന്ന ഭക്തന്മാരുടെ ബുദ്ധിക്ക് യാദവന്മാരുടെ വാക്കുകൾ നിമിത്തം ചലനമുണ്ടായിരുന്നില്ല. അതിനാൽ ഭഗവൻ മാഹാത്മ്യത്തെ അവരറിഞ്ഞിരുന്നു, യാദവന്മാർ അറിയാതെയുമിരുന്നു. ഭാഗ്യത്തിൻ്റെ മൂലകാരണം തപസ്സാണല്ലോ. എപ്പോഴും ഭഗവാനോടൊരുമിച്ച് വസിപ്പാനും ആ ദിവ്യമംഗള ശരീരത്തെ കണ്ട് തൃപ്തിപ്പെടുവാനും
മതിയായ തപസ് ആചരിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് തൻ്റെ സ്വരൂപത്തെ കാട്ടിക്കൊടുത്തു. ഉടനെ തന്നെ അവരുടെ നേത്രങ്ങളെയും അപഹരിച്ചുകൊണ്ട് ആ രൂപത്തോടുകൂടെ ഭഗവാൻ മറഞ്ഞു. യന്മർത്യലീലോപയികം സ്വയോഗ മായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം സ്വസ്യജ സൗഭഗർദേഹേ പരം പദം ഭൂഷണഭൂഷണാംഗം. സ്വയോഗ മായാബലത്തെ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുത്തുവാൻ വിചാരിച്ച ഭഗവാൻ സ്വീകരിച്ചതായ ആ ദിവ്യവിഗ്രഹം മനുഷ്യലീലയെ അഭിനയിപ്പാൻ മതിയായ ശക്തിയുള്ളതും സൗന്ദര്യത്തിൻ്റെ അവധിയിലായിരുന്ന തനിക്കും ആശ്ചര്യം ജനിപ്പിക്കുവാൻ മതിയായ ലോകോത്തരമായ സൗന്ദര്യം തികഞ്ഞതും ആഭരണങ്ങൾക്കും ആഭരണമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയതും ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനവുമായിരുന്നു. ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ അഗ്രപൂജയെ അംഗീകരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന ആ ദിവ്യ ശരീരത്തെ നോക്കിയിട്ട് നേത്രാനന്ദജനകമായ ഈ ശരീരത്തെ സൃഷ്ടിച്ചതിൽ ബ്രഹ്മാവിൻ്റെ ഇതേവരെ അഭ്യസിച്ച സൃഷ്ടി കൗശലം മുഴുവനും കാണിച്ചിട്ടുണ്ടെന്ന് 3 ലോകത്തിൽ വസിക്കുന്നവരും വിചാരിച്ചു. രാസക്രീഡാ സമയത്തിൽ അനുരാഗസൂചകമായ വിലാസദൃഷ്ടി തങ്ങളെക്കുറിച്ചുണ്ടെന്നറിഞ്ഞ ഗോപസ്ത്രീകൾ ഭഗവാൻ ചെയ്തതായ ആ സൽക്കാരത്തെ പ്രാപിച്ചിട്ട് അത്യാനന്ദത്തോടുകൂടെ അവരുടെ നേത്രങ്ങളെ ആ ഭഗവാനിൽ തന്നെ സമർപ്പിച്ചപ്പോൾ അവരുടെ മനോവ്യാപാരം മറ്റൊന്നിലും ഇല്ലാതിരുന്നതുകൊണ്ട് അതുവരെ അവർ ചെയ്തിരുന്ന ഗൃഹകൃത്യങ്ങളെ പൂർണ്ണമാക്കാതെ ആ നിലയിൽ തന്നെ നിന്നു. കാണപ്പെടുന്ന രൂപങ്ങളെല്ലാം ഭഗവാന്റെ സ്വരൂപങ്ങൾ തന്നെ. ശാന്തങ്ങൾ, ഘോരങ്ങൾ, മൂഢങ്ങൾ എന്നീ ഭേദഭാവത്തോടുകൂടെ അസംഖ്യ രൂപങ്ങൾ ലോകത്തിലുണ്ട്. അതിൽ ഘോരങ്ങളായ ഭഗവത് രൂപങ്ങളെ ദുർജനങ്ങളെന്നും ശാന്തങ്ങളെ സാധുക്കളെന്നും പറഞ്ഞു വരുന്നു. ദുർജനങ്ങളുടെ ഉപദ്രവത്തിൽ അകപ്പെട്ടിരിക്കുന്ന സാധുക്കളിൽ കരുണ ഭഗവാൻ ഉണ്ടാകുമ്പോൾ അവരെ അനുഗ്രഹിപ്പാനും ഇതരന്മാരെ നിഗ്രഹിപ്പാനുമായിട്ട് ജനനമരണഹീനനായ ഭഗവാൻ സ്വേച്ഛയാ സ്വരൂപത്തെ അംഗീകരിക്കുന്നു. ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ജ്ഞാനമാകുന്ന ഉപാധിയെ ജനദൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. അരണിയിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി മദനസമയത്തിൽ പ്രകാശിക്കുന്നതുപോലെ ഭഗവാൻ എങ്ങും നിറഞ്ഞു. നിരുപാധികനായിരുന്നാലും ദുഷ്ടനിഗ്രഹം ശിഷ്ടാനുഗ്രഹം എന്ന കൃത്യം നിർവഹിപ്പാനായിട്ട് അവതരിക്കുമ്പോൾ മാത്രം സച്ചിദാനന്ദ വിഗ്രഹം മനുഷ്യദൃഷ്ടിക്ക് വിഷയമായി വരുന്നു. ജനനമരണാദി വികാരങ്ങളില്ലാത്ത ഭഗവാൻ വസുദേവഗൃഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ വളർന്നതും അമിത പരാക്രമശാലിയായിരിക്കെ ശത്രുഭയം അഭിനയിച്ച് മധുരാപട്ടണം വിട്ടൊഴിഞ്ഞതും ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകുന്നു. കംസവധം കഴിഞ്ഞ ശേഷം മാതാപിതാക്കന്മാരായ ദേവകി വസുദേവന്മാരുടെ പാദങ്ങളെ വണങ്ങി തൊഴുതുകൊണ്ട് നിന്നിരുന്ന രാമകൃഷ്ണന്മാർ, ഹേ മാതാവേ, ഹേ പിതാവേ, കംസനെ അധികം ഭയപ്പെട്ടിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ സേവനങ്ങളെ ഒന്നും ഇതുവരെ ചെയ്യാതിരുന്ന ഞങ്ങളുടെ നേരെ നിങ്ങൾ 2 പേരും പ്രസാദിക്കണം എന്ന് പറഞ്ഞതിനെ ഓർക്കുന്ന സമയം എൻ്റെ ഹൃദയം തപിക്കുന്നു. ഭഗവാന്റെ അസാധാരണ പൗരുഷത്തെ വർണ്ണിക്കുന്നു. വല്ലി പോലെ ഉല്ലസിക്കുന്ന പുരികക്കൊടികളുടെ ചലനരൂപമായ അന്തകനെ കൊണ്ട് ഭൂഭാരത്തെ നിശ്ശേഷം നശിപ്പിച്ച മഹാപരാക്രമശാലിയായ ഭഗവാന്റെ പാദപത്മധൂളിയുടെ സൗരഭ്യത്തെ ആക്രാണിച്ചറിഞ്ഞ ഏതൊരു പുരുഷന് അതിനെ മറന്നുകളയാൻ സാധിക്കും? ഒരുവനും അതിന് ശക്തിയില്ല. ദോഷരഹിതമായ യോഗാഭ്യാസത്താൽ ഏതൊരു പരമസിദ്ധിയെ യോഗികൾ കാക്ഷിക്കുന്നുവോ, ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ ശ്രീകൃഷ്ണ ദ്വേഷിയായിരുന്നിട്ടും ശിശുപാലൻ ആ സിദ്ധിയെ പ്രാപിച്ചത് നിങ്ങൾ പ്രത്യക്ഷമായി കണ്ടുവല്ലോ. ശത്രുവിനും യോഗിപ്രാപ്യ പരമഗതിയെ നൽകുന്ന കാരുണ്യമൂർത്തിയുടെ വിയോഗജന്യമായ ദുഃഖത്തെ സേവകനായ ഏതൊരുവൻ സഹിക്കും. അതേപ്രകാരം തന്നെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മറ്റനേകം ഭൂലോക വീരന്മാരും നേത്രാനന്ദകരമായ പാർത്ഥസാരഥിയുടെ മുഖാരവിന്ദത്തെ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അർജുനാസ്ത്രമേറ്റ് പരിശുദ്ധന്മാരായിട്ട് വൈകുണ്ഠത്തെ പ്രാപിച്ചു. ഭഗവാനാകട്ടെ നിസ്തുല്യനും നിരതിശയനും ത്രിലോകാധിപനും സ്വരൂപാനന്ദ തൃപ്തനും അവാപ്ത സമസ്തകാമനും ആജ്ഞാപരിപാലന രൂപമായ കപ്പം കൊടുക്കുന്ന ഇന്ദ്രാദി ലോകപാലന്മാരാൽ നമസ്കരിക്കപ്പെട്ടും വർണ്ണിക്കപ്പെട്ടുമിരിക്കുന്ന പാദപീഠത്തോടു കൂടിയവനുമായിരുന്നു. ആ ഭഗവാൻ സിംഹാസനസ്ഥനായ ഉഗ്രസേന മഹാരാജാവിൻ്റെ അരികെ നിന്നുകൊണ്ട്, ഹേ ദേവ, ഇതാ ഇവൻ വന്നിരിക്കുന്നു, ഈ വിധം ഉണർത്തിക്കുന്നു, അതിനു മറുപടി കൽപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉഗ്രസേനന് കൈങ്കര്യം അനുഷ്ഠിച്ചതിനെ ഓർക്കുമ്പോൾ, ഹേ പൂജ്യനായ വിതുര, ആ ഭഗവാന്റെ സേവകന്മാരായ ഞങ്ങൾ ഏറ്റവും വ്യസനിക്കുന്നു.
ഭഗവാന്റെ കാരുണ്യം അത്യത്ഭുതം തന്നെ. കൊല്ലാൻ ശ്രമിച്ചു മുലക്കണ്ണിൽ പുരട്ടിയ വിഷത്തെ കുടിപ്പിച്ച പൂതനയ്ക്ക് പരമഗതി നൽകിയില്ലേ? മുല കൊടുത്തു വളർത്തിയ യശോദയ്ക്കുള്ള സ്ഥാനം പൂതനയ്ക്കും കൊടുത്ത കരുണാമൂർത്തി നമ്മളെ വെടിഞ്ഞുപോയല്ലോ. അന്യനായ ഏതൊരു ദയാലുവിനെ നമ്മൾ ഇനിമേൽ ശരണം പ്രാപിക്കും? സൃഷ്ടിസ്ഥിതി സംഹാരാദി കൃത്യങ്ങളെ നടത്തി ത്രിലോകത്തെയും നിലനിർത്തി വരുന്ന ഭഗവാനിൽ ദ്വേഷം ജനിക്കുക നിമിത്തം, എപ്പോഴും ശത്രുവാണെന്ന ഭാവത്താൽ സംഹരിക്കുവാനുള്ള മാർഗചിന്തനം നിമിത്തം ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചിരുന്ന അസുരന്മാരെയും ഞാൻ ഭഗവത് ഭക്തന്മാരായിട്ട് കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ അവരും യുദ്ധത്തിൽ ചക്രായുധം ധരിച്ച് ഗരുഡൻ്റെ പുറത്തിരുന്ന് നേരിട്ട് പാഞ്ഞുവരുന്ന ഭഗവാനെ കണ്ടിരിക്കുന്നുവല്ലോ. പ്രേമഭക്തിയാൽ ഭഗവാന്റെ ശാന്തരൂപത്തെ ഭക്തന്മാർ കാണുന്നു. ദ്വേഷഭക്തിയാൽ അസുരന്മാർ ഘോരരൂപത്തെയും കാണുന്നു. ഏതു വിധത്തിലായാലും മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കുന്നു. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന നിമിത്തം ഭൂമിയിലുള്ള അധർമ്മിഷ്ഠന്മാരെ സംഹരിച്ച് ക്ഷേമം ഉറപ്പിക്കുവാൻ വേണ്ടി വസുദേവന് ദേവകിയിൽ പുത്രനായിട്ട് കംസൻ്റെ കാരാഗൃഹത്തിൽ ഭഗവാൻ അവതരിച്ചു. അതിനുശേഷം കംസനിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്ന പിതാവായ വസുദേവൻ നന്ദഗോകുലത്തിൽ കൊണ്ടുപോയാക്കി. അരണിക്കുള്ളിൽ അഗ്നി എന്ന പോലെ അവിടെ സ്വപ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ 11 സംവത്സരം ബലരാമനോടും കൂടെ വസിച്ചു. പ്രഭുവായ കൃഷ്ണൻ പശുക്കുട്ടികളെ പരിപാലിക്കുന്ന വേലയിലേർപ്പെട്ട് മറ്റു ഗോപന്മാരോട് ചേർന്ന് മനോഹരമായി ശബ്ദിക്കുന്ന പക്ഷിവൃന്ദം നിവസിക്കുന്ന മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന യമുനാ നദീ സമീപവനത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. ബാലലീലയിൽ ഏർപ്പെടുന്ന ചില അവസരങ്ങളിൽ ചൊടിയുള്ള സിംഹക്കുട്ടിയെപ്പോലെ ധീരമായി നോക്കുക, ചിലപ്പോൾ കരയുക, ചിലപ്പോൾ ചിരിക്കുക എന്നീ ബാലചേഷ്ടകളെ കാണുവാൻ തക്ക വിശേഷതയോടുകൂടെ വ്രജവാസികൾക്ക് കാട്ടിക്കൊടുത്ത് അവരെ വ്യാമോഹിപ്പിച്ചിരുന്നു. കുറേ കൂടെ പ്രായം ചെന്നപ്പോൾ ആ ഭഗവാൻ തന്നെ കുട്ടികളെ മേയ്ക്കുന്ന വേലയെ വിട്ട് ഐശ്വര്യത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനവും വെളുപ്പു നിറമുള്ള ഭംഗിയേറിയ പശുക്കളും കാളകളുമുള്ള ഗോധനത്തെ പരിപാലിക്കുന്ന വലിയ വേലയിൽ ഏർപ്പെട്ടു. കൂടെ നടക്കുന്ന ഗോപന്മാരെ വേണുഗാനത്തിൽ രമിപ്പിച്ചു. ഗോകുലത്തിൽ വളരുന്ന കൃഷ്ണ ഭഗവാനെക്കുറിച്ച് കേട്ടറിഞ്ഞ കംസൻ ഭഗവാനെ ഹിംസിപ്പാനായിട്ട് മായാവികളായ ഓരോ അസുരന്മാരെ പറഞ്ഞയച്ചു. സ്വേച്ഛ പോലെ രൂപം ധരിപ്പാൻ സമർത്ഥന്മാരായ അവർ ഓരോ രൂപങ്ങളെ എടുത്തുകൊണ്ട് ഭഗവത് സമീപത്തിൽ വ്യാജേന വന്നു ചേർന്നു. ഒരു ബാലൻ അവൻ്റെ കളിക്കോപ്പുകളെ വിനോദമായി എറിഞ്ഞുടയ്ക്കുന്നതുപോലെ ശ്രീകൃഷ്ണൻ അവരെയെല്ലാം നിഷ്പ്രയാസം സംഹരിച്ചു. വിഷസമ്മിശ്രമായ ജലം പാനം ചെയ്ത നിമിത്തം ആലസ്യം കലർന്ന കാളിന്തി തീരത്തിൽ വീണുകിടക്കുന്ന ഗോപന്മാരെയും ഗോക്കളെയും കടാക്ഷാമൃതം വർഷിച്ച് ജീവിപ്പിക്കുകയും കാളിയൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് ആ സ്ഥാനത്തിൽ നിന്ന് ഓടിക്കുകയും ആ നദിയിലെ ജലം ഏവർക്കും പാനയോഗ്യമാക്കി തീർക്കുകയും ചെയ്തു. പശുക്കളുടെ അഭിവൃദ്ധി നിമിത്തം നന്ദഗോപരുടെ ഭണ്ഡാരം നിറഞ്ഞിരിപ്പാണ്. വർദ്ധിച്ചിരിക്കുന്ന ആ ധനത്തെ സദ്വിഷയങ്ങളിൽ ചെലവ് ചെയ്യിക്കണം എന്നാലോചിച്ച് കൃഷ്ണൻ വിധിപ്രകാരം ഗോസവം എന്ന യാഗം കഴിപ്പിക്കാനുള്ള വൈദിക ബ്രാഹ്മണരെ വരുത്തി അവരെ കൊണ്ട് നന്ദഗോപരുടെ ഗോകുലം അഭിവൃദ്ധിയിൽ വരുവാൻ ദൈവപ്രസാദം ഉണ്ടാകേണ്ടതിന് ഉപകരിക്കുന്ന യാഗം ചെയ്യിപ്പിച്ചു. ഇന്ദ്രൻ കോപിക്ക ഹേതുവാൽ അതിവർഷം കൊണ്ട് ഗോകുലത്തെ നശിപ്പിക്കുവാൻ ഭാവിച്ചപ്പോൾ ഹേ ഭദ്ര, ഗോകുലം ഭയചകിതമായി ഭവിച്ചു. ആ നാശം തീർത്ത് അനുഗ്രഹിപ്പാൻ ഭാവിച്ച ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ കളിയായി കുടപോലെ ധരിച്ച് ഇന്ദ്രകൃതമായ അതിവർഷത്തിൽ നിന്ന് ഗോകുലത്തെ പരിപാലിച്ചു. ശരത്കാലത്തിൽ മേഘമറവില്ലാത്ത ഉദിച്ചുയരുന്ന ചന്ദ്രൻ്റെ കിരണങ്ങൾ എങ്ങും വ്യാപരിച്ച് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദോഷ സമയത്തിൽ ആ സമയത്തെ ബഹുമാനിക്കുന്നവനെന്ന നിലയിൽ ഓടക്കുഴൽ കൊണ്ട് മനോഹരമായി ഗാനം ചെയ്യുന്നതിനെ കേട്ട് അവിടെ വന്നണഞ്ഞ ഗോപികളുടെ സംഘത്തെ അലങ്കരിക്കുവാൻ അവരോട് കൂടിച്ചേർന്ന് പാടിക്കളിച്ചു രമിച്ചു. 2ാമത്തെ അധ്യായം സമാപിച്ചു. 3ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.